പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെയുള്ള ഈ മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇന്ന് ദിവസം 314. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ലൂക്കായുടെ സുവിശേഷം അധ്യായങ്ങൾ 3, 4, 5, സുഭാഷിതങ്ങൾ അധ്യായം 25, വാക്യങ്ങൾ 27, 28. നമ്മൾ വചനം വായിക്കുന്നു. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. ലൂക്ക അധ്യായം 3. സ്നാപകന്റെ പ്രഭാഷണം. തിബേരിയോസ് സീസറിൻ്റെ 15-ാം ഭരണവർഷം പൊന്തിയോസ് പീലാത്തോസ് യൂദായുടെ ദേശാധിപതിയും ഹെറോദേസ് ഗലീലിയുടെയും അവൻ്റെ സഹോദരൻ പീലിപ്പോസ് ഇത്തൂറിയ, ത്രാക്കോണിത്തിസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലേനയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യാഫാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ സക്കറിയായുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ സ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാന്റെ സമീപത്തുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും വന്നു. യെശയ്യാ പ്രവാചകന്റെ വചനങ്ങളുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. ഓരോ താഴ്വരയും നികത്തപ്പെടും, ഓരോ പർവ്വതവും കുന്നും താഴ്ത്തപ്പെടും. വളഞ്ഞവ നേരെയാക്കപ്പെടും, ദുർഘടമായ വഴികൾ സുഗമമാക്കപ്പെടും. സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണും. അവനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ വന്നിരുന്ന ജനക്കൂട്ടത്തോട് അവൻ ചോദിച്ചു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് ഉള്ളിൽ പറയാൻ നിങ്ങൾ തുനിയരുത്. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് മക്കളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ കടയ്ക്കൽ കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ ഒന്നുമില്ലാത്തവനുമായി പങ്കുവെക്കട്ടെ. ഭക്ഷണമുള്ളവനും ഇതുപോലെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനപ്പെടാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായി കുറ്റം ആരോപിക്കരുത്. നിങ്ങളുടെ വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെപ്പറ്റി ഹൃദയത്തിൽ വിചാരിച്ചുകൊണ്ടിരുന്നു. യോഹന്നാൻ എല്ലാവരോടും മറുപടിയായി പറഞ്ഞു, ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു. എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ മറ്റു പലതും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു. യോഹന്നാൻ കാരാഗൃഹത്തിൽ. യോഹന്നാൻ ഭരണാധികാരിയായ ഹെറോദേസിനെ അവൻ്റെ സഹോദര ഭാര്യയായ ഹെറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്ടതകളുടെ പേരിലും കുറ്റപ്പെടുത്തിയിരുന്നു. ഹെറോദേസാകട്ടെ എല്ലാറ്റിനോടും കൂടെ ഇതും ചേർത്ത് യോഹന്നാനെ കാരാഗൃഹത്തിലടച്ചു. യേശുവിൻ്റെ അഭിഷേകം. ജനമെല്ലാം സ്നാനപ്പെട്ടപ്പോൾ യേശുവും സ്നാനപ്പെട്ടു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ ഗാത്രരൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിൻ്റെ വംശാവലി. പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ ജോസഫിൻ്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു. ജോസഫ് ഏലിയുടെ പുത്രനായിരുന്നു. ഏലി മത്താത്തിൻ്റെയും, മത്താത്ത് ലേവിയുടെയും, ലേവി മെൽക്കിയുടെയും, മെൽക്കി യാനിയുടെയും, യാനി ജോസഫിൻ്റെയും പുത്രൻ. ജോസഫ് മത്താത്തിയായുടെയും, മത്താത്തിയ ആമോസിൻ്റെയും, ആമോസ് നാവൂമിൻ്റെയും, നാവൂം ഹെസ്ലിയുടെയും, ഹെസ്ലി നഗ്ഗായിയുടെയും പുത്രൻ. നഗ്ഗായി മാത്തിൻ്റെയും, മാത്ത് മത്താത്തിയായുടെയും, മത്താത്തിയ സെമയിൻ്റെയും, സെമയിൻ യോസേക്കിൻ്റെയും, യോസേക്ക് യോദായുടെയും പുത്രൻ. യോദാ യോഹന്നാൻ്റെയും, യോഹന്നാൻ റേസായുടെയും, റേസ സെറുബാബേലിൻ്റെയും, സെറുബാബേൽ സലാത്തിയേലിൻ്റെയും, സലാത്തിയേൽ നേരിയുടെയും പുത്രൻ. നേരി മെൽക്കിയുടെയും, മെൽക്കി അദ്ദിയുടെയും,
അദ്ദി കോസാമിൻ്റെയും കോസാം എൽമാദാമിൻ്റെയും എൽമാദാം ഏറിൻ്റെയും പുത്രൻ. ഏർ ജോഷുവയുടെയും ജോഷുവ എലിയേസറിൻ്റെയും എലിയേസർ യോറീമിൻ്റെയും യോറീം മത്താത്തിൻ്റെയും മത്താത്ത് ലേവിയുടെയും പുത്രൻ. ലേവി ശിമയോൻ്റെയും ശിമയോൻ യൂദായുടെയും യൂദാ ജോസഫിൻ്റെയും ജോസഫ് യോനാമിൻ്റെയും യോനാം ഏലിയാക്കിമിൻ്റെയും പുത്രൻ. ഏലിയാക്കിം മെലയായുടെയും മെലയ മെന്നായുടെയും മെന്ന മത്താത്തായുടെയും മത്താത്ത നാഥാൻ്റെയും നാഥാൻ ദാവീദിൻ്റെയും പുത്രൻ. ദാവീദ് ജസ്സയുടെയും ജസ്സെ ഓബദിൻ്റെയും ഓബദ് ബോവാസിൻ്റെയും ബോവാസ് സാലായുടെയും സാല നഹശോൻ്റെയും പുത്രൻ. നഹശോൻ അമിനാദാബിൻ്റെയും അമിനാദാബ് അദ്മിൻ്റെയും അദ്മിൻ അർണിയുടെയും അർണി ഹെസ്രോൻ്റെയും ഹെസ്രോൻ പേരസിൻ്റെയും പേരസ് യൂദായുടെയും പുത്രൻ. യൂദാ യാക്കോബിൻ്റെയും യാക്കോബ് ഇസഹാക്കിൻ്റെയും ഇസഹാക്ക് അബ്രാഹത്തിൻ്റെയും അബ്രാഹം തേരായുടെയും തേര നാഹോറിൻ്റെയും പുത്രൻ. നാഹോർ സെറൂഹിൻ്റെയും സെറൂഹ് റവുവിൻ്റെയും റവു പേലഗിൻ്റെയും പേലഗ് ഏബറിൻ്റെയും ഏബർ ഷേലായുടെയും പുത്രൻ. ഷേല കൈനാൻ്റെയും കൈനാൻ അർഫക്സാദിൻ്റെയും അർഫക്സാദ് ഷേമിൻ്റെയും ഷേം നോഹയുടെയും നോഹ ലാമെക്കിൻ്റെയും പുത്രൻ. ലാമെക്ക് മെത്തുസലേഹിൻ്റെയും മെത്തുസലേഹ് ഹെനോക്കിൻ്റെയും ഹെനോക്ക് യാരദിൻ്റെയും യാരദ് മഹലലേലിൻ്റെയും മഹലലേൽ കൈനാൻ്റെയും പുത്രൻ. കൈനാൻ ഏനോസിൻ്റെയും ഏനോസ് സേത്തിൻ്റെയും സേത്ത് ആദത്തിൻ്റെയും ആദം ദൈവത്തിൻ്റെയും പുത്രൻ. ലൂക്ക അധ്യായം 4. മരുഭൂമിയിലെ പരീക്ഷ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവാൽ അവൻ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. അവൻ 40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ആ ദിനങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. ആ ദിവസങ്ങൾ തികഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ പിശാച് അവനെ ആനയിച്ച് ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഈ എല്ലാ അധികാരവും അവയുടെ മഹത്വവും നിനക്ക് ഞാൻ നൽകാം. കാരണം ഇതെല്ലാം എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് നൽകുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ നമിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് എല്ലാ പരീക്ഷയും അവസാനിപ്പിച്ച് തക്ക സമയം വരെ അവനെ വിട്ടുപോയി. യേശു ദൗത്യം ആരംഭിക്കുന്നു. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. അവൻ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു. യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. ഒരു സാബത്ത് ദിവസം അവൻ പതിവ് പോലെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ ചുരുൾ അവന് നൽകപ്പെട്ടു. ചുരുൾ നിവർത്തിയപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്ന ഭാഗം അവൻ കണ്ടു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്തെന്നാൽ ദരിദ്രരെ സദ്വാർത്ത അറിയിക്കാൻ അവൻ എന്നെ അഭിഷേചിച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും പ്രഘോഷിക്കാനും അടിച്ചമർത്തപ്പെട്ടവരെ മോചനത്തിലേക്ക് നയിക്കാനും കർത്താവിൻ്റെ പ്രസാദവത്സരം പ്രഘോഷിക്കാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ചുരുൾ മടക്കി ശുശ്രൂഷകനെ ഏൽപ്പിച്ച ശേഷം അവനിരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവനിൽ തറച്ചിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന് ചൊല്ലുദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ സംഭവിച്ചതായി ഞങ്ങൾ കേട്ട കാര്യങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. അവൻ പറഞ്ഞു, എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകാര്യനല്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു,
ഏലിയാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകളുണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സറപ്തായിലെ ഒരു വിധവയുടെ അടുത്തേക്കല്ലാതെ മറ്റാരുടെയും അടുത്തേക്ക് ഏലിയ അയക്കപ്പെട്ടില്ല. ഏലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാനല്ലാതെ മറ്റാരും ശുദ്ധമാക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ സെനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും രോഷം കൊണ്ട് നിറഞ്ഞു. അവർ എഴുന്നേറ്റവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാൻ കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവനോ അവരുടെ ഇടയിലൂടെ കടന്നുപോയി പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. പിന്നെ അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനാമിലേക്ക് പോയി സാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം അധികാരത്തോടെയായിരുന്നു അവൻ്റെ വചനം. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ സെനഗോഗിൽ ഉണ്ടായിരുന്നു. അവൻ വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ആ നസറായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും എന്ത്? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ നടുവിലേക്ക് തള്ളിയിട്ട ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നല്ലോ. അവനെപ്പറ്റിയുള്ള വാർത്ത സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. യേശു പത്രോസിൻ്റെ ഭവനത്തിൽ. അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ശിമയോൻ്റെ വീട്ടിലേക്ക് പോയി. ശിമയോൻ്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ച് കിടപ്പിലായിരുന്നു. ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവരുടെ അടുത്തു ചെന്ന് പനിയെ ശാസിച്ചു. അതവളെ വിട്ടുമാറി. ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. സൂര്യാസ്തമയമായപ്പോൾ വിവിധ രോഗങ്ങളാൽ അവശരായവരെയെല്ലാം അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി. നീ ദൈവപുത്രനാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് പിശാചുക്കൾ വിട്ടുപോയി. അവനവയെ ശാസിച്ചു. സംസാരിക്കാൻ അവനവയെ അനുവദിച്ചില്ല, കാരണം അവൻ ക്രിസ്തുവാണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നു. യൂദയായിലെ ശുശ്രൂഷ. പ്രഭാതമായപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു വിജനസ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു. തങ്ങളെ വിട്ടുപോകുന്നതിൽ നിന്ന് അവർ അവനെ തടഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിൻ്റെ സദ്വാർത്ത അറിയിക്കേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അവൻ യൂദയായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ലൂക്ക അധ്യായം 5. ശിമയോനെ വിളിക്കുന്നു. ദൈവവചനം ശ്രവിക്കാൻ ജനക്കൂട്ടം അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസറത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന്. അവൻ അതിൽ കയറി കരയിൽ നിന്ന് അല്പം നീക്കാൻ ആവശ്യപ്പെട്ടു. വഞ്ചിയിലിരുന്ന് അവൻ ജനക്കൂട്ടത്തെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, മീൻ പിടിക്കാൻ ആഴത്തിലേക്ക് നീക്കി നിങ്ങളുടെ വലയിറക്കുക. ശിമയോൻ മറുപടി പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം. അങ്ങനെ ചെയ്തപ്പോൾ വളരെ വലിയൊരു മത്സ്യക്കൂട്ടത്തെ അവർ പിടിച്ചു. അവരുടെ വല കീറിത്തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന പങ്കുകാരെ സഹായത്തിന് വരാൻ ആംഗ്യം കാണിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ഇത് കണ്ടപ്പോൾ ശിമയോൻ പത്രോസ് യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾ നടത്തിയ മീൻപിടുത്തത്തെപ്പറ്റി ശിമയോനും കൂടെയുണ്ടായിരുന്ന എല്ലാവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ കൂട്ടാളികളായ സബദിപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. ശിമയോനോട് യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ച ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുഷ്ഠരോഗിയെ ശുദ്ധനാക്കുന്നു. പിന്നീടൊരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഇതാ, കുഷ്ഠം നിറഞ്ഞ ഒരുവൻ വന്ന് അവനെ കണ്ട് അവൻ്റെ മുമ്പിൽ കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് കൽപ്പിച്ചു, ഇക്കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് അവർക്ക് തെളിവിനായി നിന്റെ ശുദ്ധീകരണ കാഴ്ച സമർപ്പിക്കുകയും ചെയ്യുക.
എന്നാൽ യേശുവിനെക്കുറിച്ചുള്ള വാർത്ത പൂർവാധികം വ്യാപിച്ചുകൊണ്ടിരുന്നു. വലിയ ജനക്കൂട്ടം അവനെ കേൾക്കാനും രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടാനും വന്നുകൂടിക്കൊണ്ടിരുന്നു. അവനാകട്ടെ മരുഭൂമിയിലേക്ക് പിൻവാങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിലും നിന്നും യൂദയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും വന്ന ഫരിസേയരും നിയമാധ്യാപകന്മാരും അവിടെ ഇരുന്നിരുന്നു. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിലുണ്ടായിരുന്നു. അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവർ അവനെ അകത്തു കൊണ്ടുവന്ന് യേശുവിൻ്റെ മുമ്പിൽ കിടത്താൻ ശ്രമിച്ചു. ജനക്കൂട്ടം നിമിത്തം ഒരു വഴിയും കാണാഞ്ഞ് അവർ പുരമുകളിൽ കയറി മേച്ചിലിളക്കി കിടക്കയോടെ അവനെ അവരുടെ മധ്യേ യേശുവിൻ്റെ സമക്ഷം വെച്ചു. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരും പരിസേയരും ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവദൂഷണം പറയുന്ന ഇവൻ ആര്? ആർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ കഴിയുക? ദൈവത്തിന് മാത്രമല്ലാതെ. അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കി യേശു അവരോട് മറുപടി പറഞ്ഞു, എന്താണ് നിങ്ങൾ ഹൃദയത്തിൽ സംവദിക്കുന്നത്? ഏതാണ് കൂടുതൽ എളുപ്പം? നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക. ഉടനെ അവരുടെ മുമ്പാകെ അവൻ എഴുന്നേറ്റ് താൻ കിടന്നിരുന്ന കിടക്കയെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ ഭയപൂരിതരായി പറഞ്ഞു, ഇന്ന് നാം വിചിത്രമായവ കണ്ടിരിക്കുന്നു. ലേവിയെ വിളിക്കുന്നു. ഇതിനുശേഷം യേശു പുറത്തിറങ്ങിയപ്പോൾ ലേവി എന്നു പേരുള്ള ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് ശ്രദ്ധിച്ചു. അവൻ അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവനെല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തൻ്റെ വീട്ടിൽ അവന് വേണ്ടി ഒരു വലിയ വിരുന്നൊരുക്കി. ചുങ്കക്കാരും മറ്റുള്ളവരുമായി വലിയൊരു ജനക്കൂട്ടം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. ഫരിസേയരും അവരുടെ നിയമജ്ഞരും ശിഷ്യന്മാർക്കെതിരെ പിറുപിറുത്തു, എന്തുകൊണ്ടാണ് നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടുമൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്? യേശു അവരോട് മറുപടി പറഞ്ഞു, വൈദ്യനെ ആവശ്യം ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ്. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ്. ഉപവാസം സംബന്ധിച്ച് തർക്കം. അവർ അവനോട് പറഞ്ഞു, യോഹന്നാൻ്റെ ശിഷ്യന്മാർ മിക്കപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, അങ്ങനെ തന്നെ ഫരിസേയരുടെ ശിഷ്യന്മാരും. എന്നാൽ നിന്റെ കൂടെയുള്ളവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. യേശു അവരോട് മറുപടി പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴരെ കൊണ്ട് ഉപവസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ മണവാളൻ അവരിൽ നിന്ന് എടുക്കപ്പെടുന്ന ദിവസങ്ങൾ വരും, ആ ദിവസങ്ങളിൽ അവർ ഉപവസിക്കും. അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു, ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. പഴയ വീഞ്ഞു കുടിച്ച ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല. എന്തെന്നാൽ പഴയതാണ് മെച്ചം എന്നാണല്ലോ പറയുന്നത്. സുഭാഷിതങ്ങൾ അധ്യായം 25 വാക്യങ്ങൾ 27-28. തേൻ അധികം ഭക്ഷിക്കുന്നത് നന്നല്ല, സ്വന്തം മഹത്വം തേടുന്നത് മഹത്വമല്ല. തൻ്റെ അഭിനിവേശത്തിന് നിയന്ത്രണമില്ലാത്തവൻ മതിലില്ലാത്ത ഭേദിക്കപ്പെട്ട നഗരമാണ്. പിതാവായ ദൈവമേ, അങ്ങേക്ക് ഞാൻ നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. അപ്പാ പിതാവേ, അവിടുത്തെ പുത്രനെക്കുറിച്ചുള്ള വചനമാണ് ഞങ്ങളെ വിശ്വാസത്തിലേക്ക് വളർത്തുന്നത്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഞങ്ങൾ ലൂക്കാസ് വിശേഷത്തിൽ നിന്ന് അങ്ങയുടെ പുത്രനെക്കുറിച്ച്, ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ യേശുവിനെക്കുറിച്ച് വായിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ലൂക്കാസ് വിശേഷം 3-ാം അധ്യായത്തിൽ സ്നാപക യോഹന്നാന് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടാവുകയാണ്. യേശുവിന് വഴിയൊരുക്കാൻ വന്നവനായിരുന്നു സ്നാപക യോഹന്നാൻ. നമ്മൾ ചിന്തിച്ചേക്കാം, എന്തിനാണ് യേശു വരുമ്പോൾ യേശുവിന് വഴിയൊരുക്കുന്നത്? ഇസ്രായേലിൻ്റെ കഴിഞ്ഞകാല ചരിത്രത്തിൽ ഏതാണ്ട് 4 നൂറ്റാണ്ടായി, 400 വർഷങ്ങളായി പ്രവാചക ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടിരുന്നില്ല. മലാക്കി പ്രവാചകന് ശേഷം ഒരു നീണ്ട നിശബ്ദതയ്ക്കൊടുവിലാണ്
ആ നിശബ്ദത ഭഞ്ജിച്ചുകൊണ്ടാണ് യൂദയായുടെ മരുഭൂമിയിൽ സ്നാപക യോഹന്നാൻ്റെ പ്രവചനമൊഴികൾ, പ്രവചന ശബ്ദം മുഴങ്ങുന്നത്. അപ്പോൾ പ്രവാചക വചനങ്ങളെ, ദൈവിക അരുളപ്പാടുകളെ സ്വീകരിക്കാൻ ആകാത്ത വിധം കാതുകൾ ബധിരമായി പോയ ഒരു ജനത, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ക്രിസ്തുവിലൂടെ വരുമ്പോൾ അത് ശ്രവിക്കുന്നതിന് ഒരുക്കപ്പെടേണ്ടതുണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ മുറിയിലേക്ക് ആരെങ്കിലും വന്ന് പെട്ടെന്ന് ലൈറ്റിട്ടാൽ നമ്മൾ ആ വെളിച്ചത്തിലേക്ക്, ശക്തമായ വെളിച്ചത്തിലേക്ക് കണ്ണ് തുറന്നാൽ നമ്മുടെ കണ്ണുകൾ മങ്ങാൻ സാധ്യതയുണ്ട്. ഒരു ശക്തമായ വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ പെട്ടെന്ന് മുഖവരയില്ലാതെ, ആമുഖമില്ലാതെ അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ കണ്ണുകൾ മഞ്ഞളിക്കാൻ സാധ്യതയുണ്ട്. കണ്ണുകൾ ഒരുപക്ഷെ കുറച്ചു നേരത്തേക്കെങ്കിലും അന്ധമാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ്. അതിശക്തമായ ദൈവത്തിൻ്റെ വെളിച്ചം ക്രിസ്തുവിലൂടെ ഈ ജനതയുടെ മേൽ വന്നടിക്കുമ്പോൾ ആ ജനത പ്രിപ്പയർ ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നു. ഇനി വളരെ കൗതുകകരമായിട്ടാണ് ലൂക്ക ഇത് അവതരിപ്പിക്കുന്നത്. അതായത്, പ്രബലന്മാരും പ്രമുഖന്മാരും അരങ്ങുവാണിരുന്ന ഒരു കാലത്ത് ഒരു അപ്രധാനമായ ജീവിത സാഹചര്യത്തിൽ മറഞ്ഞിരുന്നൊരു മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാവുകയാണ്. റോമ സാമ്രാജ്യം തിബേരിയൂസ് സീസർ ഭരിക്കുകയും യൂദയ പൊന്തിയോസ് പീലാത്തോസ് ഭരിക്കുകയും ഗലീലി പ്രദേശങ്ങൾ ഹേറോദേസും അതുപോലെ ഫിലിപ്പോസ്, ഇത്തൂറിയ, ത്രക്കോണിത്തിസ് പ്രദേശങ്ങളും അബിലേന, ലിസാനിയോസും ഭരിക്കുമ്പോഴും മതത്തിൻ്റെ നേതൃത്വം അന്നാസും കയ്യാപ്പാസും കൈയാളുമ്പോഴും എന്ന് പറഞ്ഞാൽ, ഇത്രയും പ്രധാനപ്പെട്ട ആളുകൾ രാഷ്ട്രീയത്തിലും മതരംഗത്തും പ്രബലന്മാരായി നിൽക്കുന്ന സമയത്ത് ഇവരെല്ലാം ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് യൂദയായിലെ മരുഭൂമിയിൽ സക്കറിയായുടെ പുത്രനായ ഈ പാവപ്പെട്ട മനുഷ്യന്, യോഹന്നാന്, ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടാവുന്നത്. ഈ പ്രബലന്മാരെയെല്ലാം ബൈപ്പാസ് ചെയ്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് യോഹന്നാന് വന്നത് എന്തുകൊണ്ടാണ്? അത് ഇസ്രായേലിന് വെളിപ്പെടുന്നതുവരെ അയാൾ മരുഭൂമിയിൽ ദൈവസ്വരം ശ്രദ്ധിച്ചിരുന്നതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് വേണ്ടി കാത്തിരുന്ന ഒരുപക്ഷെ ഏക മനുഷ്യൻ അയാളായതുകൊണ്ടാണ്. മറ്റൊന്ന്, വലിയ എളിമയുള്ള മനുഷ്യനായിരുന്നു യോഹന്നാൻ. വരാനിരിക്കുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും താൻ യോഗ്യനല്ല എന്ന് തൻ്റെ ഐഡൻറ്റിറ്റിയെ നിർവചിച്ച ഒരാൾ. മാത്രവുമല്ല, അദ്ദേഹം ഒരിക്കൽ പോലും വരുന്ന ആളുകളുടെ നിലവാരമനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സാമൂഹിക സ്ഥാനമനുസരിച്ച് തൻ്റെ മെസ്സേജിനെ ഡൈല്യൂട്ട് ചെയ്യാൻ തയ്യാറായ ഒരാളുമല്ല. സത്യസന്ധനും വിശ്വസ്തനുമായിരുന്നു അദ്ദേഹം. ഇങ്ങനെയുള്ള യോഹന്നാൻ്റെ മേലാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് കടന്നു വരുന്നത്. മാനസാന്തരപ്പെടാൻ യോഹന്നാൻ ഈ ജനതയോട് ആവശ്യപ്പെട്ടു. കാരണം മാനസാന്തരപ്പെട്ട ഒരു ഹൃദയത്തിലേക്കാണ് ക്രിസ്തുവിൻ്റെ രക്ഷ കടന്നു വരുന്നത്. അതുകൊണ്ട് മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി ഹൃദയത്തെ ഒരുക്കിയത്. ഇത് നമുക്ക് വളരെയധികം ബാധകമാണ്. ഈശോ പറയുന്നുണ്ട്, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ചുങ്കക്കാരും പാപികളുമാണ് യേശുവിനെ പെട്ടെന്ന് സ്വീകരിക്കുന്നത്. കാരണം അവർക്ക് അറിയാമായിരുന്നു അവർക്ക് പാപമുണ്ട്, അതായത് അവർക്ക് രോഗമുണ്ട്. അതുകൊണ്ടാണ് വൈദ്യനായ യേശുവിനെ അവർ അന്വേഷിച്ചതും അംഗീകരിച്ചതും. നമുക്ക് പാപമുണ്ടെന്നും നമ്മുടെ പാപങ്ങൾക്ക് ഏക പരിഹാരം യേശുവാണെന്നും തിരിച്ചറിയുന്നിടത്ത് മാത്രമാണ് യേശുവിനെ നമുക്ക് വിലമതിക്കാനും ഹൃദയത്തിൻ്റെ രാജാവായി സ്വീകരിക്കാനും കഴിയുന്നത്. യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് പ്രാർത്ഥനയെക്കുറിച്ച് വളരെയധികം പ്രതിപാദിക്കുന്ന ഒരു സുവിശേഷമാണ്. ഇവിടെ നോക്കുക, യേശു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്, യേശുവിൻ്റെ മേൽ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് ഈശോ സ്നാനം കഴിഞ്ഞ് കരയ്ക്ക് കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. സ്വർഗം തുറക്കപ്പെടുന്നതും ആത്മാവ് ഇറങ്ങി വരുന്നതും പ്രാർത്ഥനയിലാണ് നമ്മൾ അഭിഷേകം പ്രാപിക്കുന്നത് എന്ന് ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുകയാണ്. നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്, ഇസ്രായേൽ ജീവിച്ച് പരാജയപ്പെട്ട ഒരു ജീവിതം അവർക്ക് പകരം യേശു ജീവിച്ചു എന്നുള്ളത് സുവിശേഷത്തെ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതായത് ഇസ്രായേൽ ജീവിച്ച് തോറ്റ ഒരു ജീവിതം യേശു അവർക്ക് പകരം ജീവിച്ച് വിജയിച്ചു. ഇസ്രായേൽ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പോയി 40 സംവത്സരം മരുഭൂമിയിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതിൻ്റെ സ്ഥാനത്ത് യേശു ഇപ്പോൾ
ജോർദാനിൽ നിന്ന് കയറി മരുഭൂമിയിലേക്ക് പോയി. അവിടെ വെച്ച് യേശു ഈ ജനതയ്ക്ക് പകരം സാത്താൻ്റെ പരീക്ഷണങ്ങളെ വിജയിച്ച് പുറത്തു വരികയാണ്. നമ്മൾ കാണാതെ പോകുന്ന ഒരു തലമാണ് യേശു നമുക്ക് പകരം ജീവിച്ചിട്ടുണ്ട് എന്ന ഒരു തലം. യേശു നമുക്ക് പകരം മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അധികം പേര് വിശ്വസിക്കാത്തൊരു കാര്യമാണ് യേശു നമുക്ക് പകരം നമ്മൾ ജീവിക്കേണ്ടിയിരുന്ന ഒരു ജീവിതം ജീവിച്ചിട്ടുണ്ട് എന്നത്. ഇനി ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഈശോ തൻ്റെ ജന്മനാടായ നസറത്തിലേക്ക് വന്ന് അവിടെ വെച്ച് യെശയ്യാ പ്രവാചകൻ ജൂബിലി പ്രഖ്യാപനത്തെക്കുറിച്ച് പറയുന്ന ആ ഭാഗമാണ് ആ തിരുവെഴുത്തിൽ അവിടുന്ന് വായിക്കുന്നത്. നമുക്കറിയാം, സെദെക്കിയായ്ക്ക് ശേഷം ദാവീദിൻ്റെ സിംഹാസനത്തിൽ രാജാവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സെദെക്കിയായ്ക്ക് ശേഷം ദാവീദിൻ്റെ സിംഹാസനത്തിലെ നിത്യനായ രാജാവായി വരുന്ന ഈശോ, യൂദയായുടെ രാജാവ്, ജൂബിലി പ്രഖ്യാപിക്കുകയാണ്. യൂദാ രാജാക്കന്മാരായിരുന്നു ജൂബിലി പ്രഖ്യാപനം നടത്തിയിരുന്നത്. ഇവിടെ ഇസ്രായേലിൻ്റെ രാജാവായ ഈശോ ജൂബിലി പ്രഖ്യാപനം നടത്തുന്നതാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇനി കർത്താവ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുമ്പോഴും അതുപോലെ തന്നെ പിശാച് ബാധിതരിൽ നിന്ന് പിശാചിനെ പുറത്താക്കുമ്പോഴും പിന്നെ പത്രോസിൻ്റെ ഭവനത്തിൽ ചെന്ന് പത്രോസിൻ്റെ അമ്മായിയെ സുഖപ്പെടുത്തുമ്പോഴും അവിടെ പിശാചുകളെ ബഹിഷ്കരിക്കുമ്പോഴുമെല്ലാം ഈ ജൂബിലി പ്രഖ്യാപിച്ച രാജാവ് അതിൻ്റെ വിമോചനം ജനത്തിന് നൽകുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. ഇതിനുശേഷം 5-ാം അധ്യായത്തിൽ പത്രോസിനെ അതുപോലെ തന്നെ യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ വിളിക്കുന്നതും അതുപോലെ തന്നെ ചുങ്കക്കാരൻ മത്തായിയെ വിളിക്കുന്നതും നമ്മൾ കാണുകയാണ്. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷകരായി ശിഷ്യന്മാർ കടന്നു വരുന്നതിൻ്റെ അടയാളങ്ങളാണ് 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗത്തുള്ള ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വിചിന്തനങ്ങൾ അവസാനിപ്പിക്കാം. ഈശോ പറയുകയാണ്, മനുഷ്യപുത്രന് പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്. അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. അത്ഭുതങ്ങളെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് യേശുവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതിനല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനെ ക്രിസ്തു ജീവിച്ച ഒരു ജീവിതം നയിക്കാൻ, ക്രിസ്തുവിൻ്റെ നീതിയിലേക്ക് ഉയർത്താൻ, ക്രിസ്തു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന വിശുദ്ധിയുടെ പൂർണ്ണത നമുക്ക് തരാൻ യേശുവിന് കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതിനാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചത്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കാനല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ നമുക്ക് കിട്ടിയ എല്ലാ പ്രാർത്ഥന കൊണ്ടും യാചന കൊണ്ടുമൊക്കെ നമ്മൾ സ്വീകരിച്ച എല്ലാ അത്ഭുതങ്ങളും ക്രിസ്തു നമ്മുടെ ആത്മാവിൽ ചെയ്യുന്ന മഹാത്ഭുതങ്ങളെ വിശ്വസിക്കാനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നല്ല അനുഗ്രഹകരമായ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനവായനാ പദ്ധതിയുടെ അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ അടുക്കുകയാണ്. തീഷ്ണതയോടെ നടത്തിയ ഈ യാത്രയ്ക്ക് ദൈവം പ്രതിഫലം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഓർക്കണം. നാളെ വീണ്ടും ഈ വചനവായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ അറിയണം, ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.